എന്നെ കേൾക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എ വെരി ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച എല്ലാം മാറ്റിവെച്ച് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഫോറൻസിക് സയൻസ് എന്നുള്ളൊരു കാരിയറിനെ കുറിച്ച് മനസ്സിലാക്കാനും എന്താണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ മുന്നിൽ ഫോറൻസിക് സയൻസ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ്. കുറെ കാലങ്ങൾക്ക് മുമ്പൊന്നും നമുക്ക് അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഫോറൻസിക് എന്നുള്ള വേർഡ് നമ്മൾ ശരിക്കും കേട്ടത് ഏത് സമയത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ. പല മൂവീസിൽ നിന്നും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ക്രൈം ത്രില്ലർ സീരീസുകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ളൊരു വേർഡ് അവർ കേട്ടത്. അപ്പോൾ ആ വേർഡിൽ നിന്നും ആ കാരിയർ എന്താണെന്നുള്ളത് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷന്റെ പുറത്താണ് പലപ്പോഴും ഈ ഒരു കാരിയറിനെ കുറിച്ചിട്ട് കുട്ടികൾ ചോദിക്കാറുള്ളത്. ഈ ഫോറൻസിക് എന്നുള്ള ഒരു പടം ഇറങ്ങിയതിന് ശേഷമാണ് കുട്ടികൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കാരിയറിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ പടങ്ങളിലും അല്ലെങ്കിൽ സീരീസിലൊക്കെ ഒരു ക്രൈം നടക്കുകയാണ്. ആ ക്രൈം നടക്കുന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും. അപ്പോയിന്റ് ചെയ്യുന്ന ആള് പല തെളിവുകളും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ശേഖരിക്കും. ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റവാളിയെ കണ്ടെത്തും. അത് അയാൾക്ക് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരാളാണ് ഈ ഫോറൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫോറൻസിക് സയൻസ് ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതിൽ നിന്ന് ഒരു വീരപരിവേഷം ഉൾക്കൊണ്ടിട്ടാണ്, ഒരു ഹീറോയിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കുട്ടികൾ ഈ ഒരു കാരിയറിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഈ കാരിയറിന് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു യാദൃശികമായിട്ടുള്ള ഒരു ചോദ്യം മാത്രമാണ്. എന്താണ് അതിന്റെ ഒരു എൻക്വയറി, ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു കാരിയറും കൂടെയാണ് ഈ ഫോറൻസിക് സയൻസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഈ ഫോറൻസിക് സയൻസിന് എന്തെങ്കിലും സാധ്യതകൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഫോറൻസിക് സയൻസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ആ സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? അങ്ങനെയുള്ള കുറച്ച് കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ മുകളിൽ നമ്മളിങ്ങനെ ഒരു കോഴ്സ് ചെയ്യേണ്ടതുണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ഫോറൻസിക് സയൻസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ശരിക്കും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CBI, IB-യിലൊക്കെ വരുന്നതിന്റെ ഒരു പാർട്ടാണ് ആക്ച്വലി ഫോറൻസിക് സയൻസ്. ഫോറൻസിക്കാർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഫോറൻസിക്കിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടെക്നോളജിയും സയൻസും ഇൻവെസ്റ്റിഗേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് നമ്മൾ സയൻസും ടെക്നോളജിയും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫോറൻസിക് സയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ നിയമവ്യവസ്ഥയിൽ വലിയൊരു റോൾ തന്നെ ശരിക്കും ഫോറൻസിക് സയൻസിനുണ്ട്. നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ത്രില്ലർ സീരീസിലൊക്കെ കാണുന്ന ഒരു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പൊ ഇത് യഥാർത്ഥ ലൈഫിൽ ഒരു റിയാലിറ്റിയിൽ എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശമെന്നും ഇത് ഏതൊക്കെ കോഴ്സുകളാണ് ഇതിനുള്ളതെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഫോറൻസിക് സയൻസിൽ നമുക്ക് വ്യത്യസ്തമായ തരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കോഴ്സ് BSc തന്നെയാണ്, ബാച്ചുലർ ഇൻ ഫോറൻസിക് സയൻസ്. അടുത്തത് അതിന്റെ മാസ്റ്റർ MSc ഇൻ ഫോറൻസിക് സയൻസ്. അതുപോലെ എഞ്ചിനീയറിംഗ് ഉണ്ട്, BTech MTech കോഴ്സസ് ഫോറൻസിക്കിൽ അവൈലബിൾ ആണ്. MBA ഉണ്ട്, ഇന്റഗ്രേറ്റഡ് MBA അവൈലബിൾ ആണ്. BBA MBA കോഴ്സസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്, ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ പല വ്യത്യസ്ത രീതിയിലേക്ക് ഇത് അവൈലബിൾ ആണ്. ലോ എന്നുള്ള ഫീൽഡിലും ഈ ഒരു ഫോറൻസിക് സയൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഫോറൻസിക് സയൻസ് ഇന്ത്യയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് പഠിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ NFSU എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. ഗാന്ധിനഗറാണ് ഇതിന്റെ മെയിൻ ക്യാമ്പസ് വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ ക്യാമ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലോകനായക് ജയപ്രകാശ് നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. ഇതും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അടുത്തത് ഡൽഹി യൂണിവേഴ്സിറ്റി DU ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയം, ഇതും
സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ BHU വാരാണസിയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലാണ്. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. നമുക്കൊരു വേഗമായിട്ട് നമ്മളൊരു പിക്ചർ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികളിൽ ഫോറൻസിക് സയൻസ് അവൈലബിൾ ആണ്. അമിറ്റി യൂണിവേഴ്സിറ്റി അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. LPU ഒരു പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഇതും ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയം ബിലാസ്പൂരിലുള്ള ഇവിടെയും ഇത് അവൈലബിൾ ആണ്. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ഓൾക്കാർ കോളേജ്, അതുപോലെ ലക്നൗ യൂണിവേഴ്സിറ്റി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇത്രയും കോളേജുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കോഴ്സിനൊക്കെ നല്ലത്. അതുകൊണ്ടാണ് നാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. ഇനി ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഒരു ക്രൈം ആണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ ഈ ക്രൈം എങ്ങനെ നടന്നു, ഏത് സമയത്ത് നടന്നു, ആ ഒരു സമയത്ത് ആ ക്രൈം സീനിൽ ഉണ്ടാവുന്ന തെളിവുകൾ, അപ്പൊ അതൊക്കെ ആയിരിക്കും ഈ കുട്ടികളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ നല്ല ഒബ്സർവേഷൻ സ്കില്ല് വേണം, നിരീക്ഷണ പാഠം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ജോലികളിൽ തിളങ്ങാൻ പറ്റുള്ളൂ. അത് മാത്രം പോരാ, ടെക്നിക്കൽ സ്കില്ല്, സൈബർ സെക്യൂരിറ്റി ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ടെക്നിക്കലി കമ്പ്യൂട്ടറൈസ്ഡ് മേഖലയിൽ ഇതിൽ നമുക്ക് നല്ല ആർജവം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ടീമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പൊ ആ ടീം സ്പിരിറ്റ് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ ഫോറൻസിക് സയൻസിന്റെ മേഖലയിലേക്ക് വരേണ്ടത്. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിലുള്ള തെളിവുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അത് അനാലിസിസ് ചെയ്ത് ഇങ്ങനെയായിരിക്കാം ആ ക്രൈം നടന്നത് എന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ബ്രെയിൻ കപ്പാസിറ്റി, അങ്ങനെയുള്ള ഒരു അനാലിറ്റിക്കൽ സ്കില്ലും ഇതിന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 to 5 ജോബ് അല്ല ഇത്. ഈ ഒരു ഫോറൻസിക് സയൻസിന്റെ മേഖല നല്ല പ്രഷർ ഉള്ള ഒരു ജോലിയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ ആ സ്കില്ല്, അത് നമുക്ക് ആ സ്ട്രെസ്സിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കോഴ്സിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ്സും ഇതിനുള്ള ഒരു കഴിവും എബിലിറ്റി ഉള്ള കുട്ടികൾ മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ അതിന് ആപ്റ്റ് ആണോ എന്ന് നോക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്കില്ല് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ ഒരു കോഴ്സിൽ വരുന്ന സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മൾ നേരത്തെ കുറെ കോഴ്സസ് പറഞ്ഞല്ലോ, ആ കോഴ്സിൽ ഓരോന്നിലും ഡിഫറെന്റ് ആയിട്ടാണ്. ഷോർട്ട് ടേം കോഴ്സിൽ ഉണ്ടാവുന്ന സിലബസ് ആയിരിക്കില്ല MTech അല്ലെങ്കിൽ BTech ഉണ്ടാവും, അതായിരിക്കില്ല MBA ഉണ്ടാവും, അതായിരിക്കില്ല MSc ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആദ്യത്തെ 4 സിലബസ് തന്നെയാണ്. ഒന്ന് ഫോറൻസിക് ഫിസിക്സ് വരും, ഫോറൻസിക് ആയിട്ടുള്ള കെമിസ്ട്രി വരും, ഫോറൻസിക് ബയോളജി, സൈബർ ഫോറൻസിക്, ഡാക്ടൈലോസ്കോപ്പി, ടോക്സിക്കോളജി, ഫിംഗർ പ്രിന്റിങ്, ഫോറൻസിക് സൈക്കോളജി. ഇതൊക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ആണ്. ഇതിൽ ഒന്നാമത്തെ നമുക്ക് ഫോറൻസിക് ഫിസിക്സ്, ജസ്റ്റ് ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഫോറൻസിക് ഫിസിക്സ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഷൂട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗൺ ഷൂട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഗണ്ണിന്റെ അത് ഏത് ഗണ്ണിൽ നിന്നായിരിക്കാം ആ ബുള്ളറ്റ് വന്നിരിക്കുന്നത്, ആ ബുള്ളറ്റിന്റെ സൈസ് എത്രയാണ്, അപ്പൊ ആ ബുള്ളറ്റിന് അത്രയും പോകുന്ന ഗണ്ണ് ഏതായിരിക്കാം, എത്ര ദൂരെ നിന്നാണ് അത് തൊടുത്തു വിട്ടിരിക്കുന്നത്, അപ്പൊ അതിന്റെ ടൂൾ മാർക്സ്, എങ്ങനെയാണ് ആ വാഹനത്തിന്റെ മുകളിൽ ഇടിച്ച്, എത്ര ദൂരെ നിന്നായിരിക്കാം, ഇടിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്വയം വന്ന് ഇടിച്ചതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനൊക്കെയാണ് ഈ ഫോറൻസിക് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു മോഷനായിട്ട്, ഒരു വാഹനത്തിന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ആ ബുള്ളറ്റിന്റെ, ഇതിനെ ശരിക്കും പറയാം ഫോറൻസിക് ഫിസിക്സിൽ ബാലിസ്റ്റിക് എന്നാണ് പറയാം. ബാലിസ്റ്റിക് റിസർച്ച് സെന്റേഴ്സ് ഉണ്ടാവും നല്ല നല്ല കോളേജിലൊക്കെ. അപ്പം ഈ ഗണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന്റെ ടൂൾസ് ഒക്കെ വരുന്നത് ആക്ച്വലി ബാലിസ്റ്റിക്കിലാണ്. ബാലിസ്റ്റിക് സയൻസ് ആണ് ഫോറൻസിക് ഫിസിക്സിൽ നമുക്ക് പഠിക്കേണ്ടത്. ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാറുണ്ട്, നമ്മൾ ക്രൈം സീനിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന തെളിവുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ബ്ലഡോ, അല്ലെങ്കിൽ അതിൽ വിഷമോ ആയിട്ട് കഴിച്ചിരിക്കുന്ന സംഭവം, ടോക്സിൻസോ ഡ്രഗ്സോ, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് സർഫസിൽ ഉണ്ടായിരിക്കുന്ന പൊടിയോ, അയാളുടെ ഫിംഗർ പ്രിന്റോ, അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ്സോ, അല്ലെങ്കിൽ പെയിന്റിന്റെ ഒരു പീസോ, ഇത്രയൊക്കെ മതിയാവും നമുക്ക് ആ ക്രൈം തെളിയിക്കാൻ ചിലപ്പോൾ.
ഒരു നല്ല ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഫോറൻസിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. പിന്നെ ഫോറൻസിക് ബയോളജിയിൽ നമ്മൾ ക്രൈം സീനിലുള്ള അതേപോലെ റേപ്പ് കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെമനസ് ശേഖരിക്കാം, സലൈവ, അതേപോലെ ആ ഒരു ക്രൈം സീനിൽ കിട്ടിയിരിക്കുന്ന ഹെയർ, സെൽസ്, ഇതൊക്കെയാണ് ഈ ഫോറൻസിക് ബയോളജിയിൽ പഠിക്കാനുണ്ടാവുക. DNA പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഇതിൽ പറയാനുണ്ട്. ഇപ്പൊ +2 ബയോളജി സ്റ്റുഡൻസ് ആയിരിക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ഞാൻ കരുതാണ്. കാരണം അവർക്കാണ് ഇതിന് കൂടുതലായിട്ട് സ്കോപ്പ് ഉണ്ടാവുക. +2 സയൻസിൽ സുവോളജി എന്നുള്ള ചാപ്റ്ററിൽ ഒരു 3ഉം 4ഉം ചാപ്റ്റർ ആയിട്ട് ജെനറ്റിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ കുട്ടികൾ ചോദിക്കാറ്, മിസ് ആ 2 ചാപ്റ്റർ മാത്രം ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ അതൊന്ന് എങ്ങനെയെങ്കിലും ക്യാപ്സ്യൂൾ ആയിട്ട് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ അതായത് അവർക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു DNA കുറിച്ചിട്ടോ, DNA പ്രൊഫൈലിങ്ങോ, DNA ഫിംഗർ പ്രിന്റിങ്ങോ, ഓരോ മനുഷ്യന്റെ DNA എന്താണെന്നോ ഹെയറിന് എന്താണെന്നോ അതിനെക്കുറിച്ചൊക്കെ നല്ല താല്പര്യത്തോടു കൂടി പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ മാത്രമേ ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സിലബസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാത്ത കുട്ടികൾ, ജെനറ്റിക്സിനെ കുറിച്ച് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുട്ടിയാണ് ഇതിന് എടുക്കുന്നതെങ്കിൽ ആ കുട്ടി പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് DNA പ്രൊഫൈലിങ്ങും DNA ഫിംഗർ പ്രിന്റിങ്ങും ഇതിന്റെ ഭാഗമാണ്, ഇതിന്റെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഹെയർ സെല്ല് എടുത്തിട്ട് അയാളുടെ ബോഡിയിൽ നിന്നും കിട്ടുന്ന, അല്ലെങ്കിൽ ആ മർഡർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ക്രൈം സീനിൽ കിട്ടിയിരിക്കുന്ന ഒരാളുടെ ഹെയർ സെല്ല് എടുത്തിട്ട് നമ്മൾ DNA ഫിംഗർ പ്രിന്റിങ് ചെയ്തിട്ട് മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ആ മാച്ചിങ് ഒക്കെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേപോലെ സൈബർ ഫോറൻസിക്, ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന തെളിവുകളൊക്കെ നമ്മൾ ഡാറ്റാ ബേസിൽ സേവ് ചെയ്തിട്ട് അതിനെ അനാലിസ് ചെയ്യുന്നതിനെയാണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയാം. പിന്നെ ഫോറൻസിക് സൈക്കോളജി. സൈക്കോളജി, ഫോറൻസിക്സ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ വർഷം കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു, ഈ ക്രിമിനൽ സൈക്കോളജിയിലെ മിസ് എന്താണ് ഒരു കാരിയർ സ്കോപ്പുള്ള. അപ്പൊ ഞാൻ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ക്രിമിനൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അടുത്തൊരു ബൊഗൈൻവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അതിലൊരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് അവരുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. ഇതിൽ എന്ത് പഠിപ്പിക്കുന്നു ഒന്നും അവർക്ക് അറിയില്ല. ആക്ച്വലി സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ആ ക്രൈം നടത്തിയിരിക്കുന്ന ആളുകളുടെ ആ സൈക്കോളജി, അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുക, അവർക്ക് എന്താണ് അതിന്റെ മോട്ടീവ് എന്നുള്ളത് കാണുക, അത് ആ ബിഹേവിയർ മനസ്സിലാക്കുക, ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ സൈക്കോളജി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫോറൻസിക് സൈക്കോളജിയിൽ ചെയ്യുന്നത്. ഇതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സിലബസ് ആണ്. അതേപോലെ ഫിംഗർ പ്രിന്റ് സയൻസ്, നമുക്കറിയാം ഓരോ മനുഷ്യനും യൂണിക് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഇതിൽ വെക്കുന്നത്, സൈനിന് പകരം ഫിംഗർ പ്രിന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനുള്ള ഒരു ഫിംഗർ പ്രിന്റ് ഒരിക്കലും വേറൊരു മനുഷ്യന് ഉണ്ടാവില്ല, ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. അപ്പൊ അത്രയും യൂണിക് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റിന്റെ സയൻസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. നമ്മൾ ക്രൈം നടന്നിരിക്കുന്ന സ്ഥലത്ത് ഉള്ള പിന്നെ മർഡർ ചെയ്തിരിക്കുന്ന ആളോ, അല്ലെങ്കിൽ ആ ക്രൈമിന്റെ കേസിൽ പെട്ടിരിക്കുന്ന ആളുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് ശേഖരിക്കേണ്ടി വരും. അപ്പൊ ആ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അത് അനാലിസിസ് ചെയ്യുന്ന ഒരു പഠനമാണ് ഫിംഗർ പ്രിന്റ് സയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയൊക്കെയാണ് നമുക്കതിൽ കോമൺ ആയിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട വരാവുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ 3 തരത്തിലുള്ള എക്സാംസ് ആണ് കാര്യമായിട്ടുള്ളത്. ഒന്നാമത്തെ എക്സാമിന്റെ പേര് NFAT, AIFSCT, CUET. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. CUT ഒക്കെ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ JEE മെയിനും ഇതിൽ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. നടത്തുന്നത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ യൂണിവേഴ്സിറ്റി ആയ NFSU ആണ്. അവരാണ് ഈ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സമയം എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ NFSU യൂണിവേഴ്സിറ്റി, ഗാന്ധിനഗറിൽ ആണുള്ളത്. ഈ NFSUവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിലൊന്നാണ് ഈ NFSU. UGC റെക്കഗ്നീഷൻ ഉള്ളതാണ്. നമ്മൾ ഏത് കോളേജിൽ പോകുമ്പോഴും അതിന്റെ അക്രഡിറ്റേഷനും അതേപോലെ അതിന്റെ റെക്കഗ്നീഷനും ഒക്കെ നോക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് ഉണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫെസിലിറ്റീസ് ഉള്ള, നല്ല അതേപോലെ ഫാക്കൽറ്റീസ് ഒക്കെ അത്രയും ഏബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ നമുക്ക് പഠിപ്പിക്കാനുണ്ടാവും NFSU.
ഇതിൽ ഈ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രം പ്രത്യേക തരത്തിലുള്ള യൂണിക് കോഴ്സസ് അവൈലബിൾ ആണ്, വേറെ എവിടെയും നമുക്ക് കിട്ടാത്ത. ഹോംലാൻഡ് സെക്യൂരിറ്റി ഉണ്ട്, ഫോറൻസിക് നഴ്സിംഗ് ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള ഫോറൻസിക്സ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ നമുക്ക് ഈ ഒരു സെന്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ സൈബർ ഡിഫൻസ് സെന്ററും ഒരു ബാലിസ്റ്റിക് റിസർച്ച് സെന്ററും ഇവിടെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഫോറൻസിക് ഫിസിക്സ് പഠിക്കുന്നവർ കൂടെ അതിന്റെ കൂടെ പഠിക്കുന്ന സംഭവമാണ് ബാലിസ്റ്റിക് റിസർച്ച്. അപ്പൊ അതിനുള്ള ഒരു ഫാക്കൽറ്റി, ഒരു വലിയൊരു സെന്റർ തന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി NFSUവിന് സാധാരണഗതിയിൽ ഇന്ത്യയിൽ 10 ക്യാമ്പസസ് ആണുള്ളത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ആ സൈറ്റിൽ ഇപ്പൊ നിലവിൽ നമുക്ക് 10 ക്യാമ്പസ് ആണ് കാണുന്നത്. ഗുജറാത്തിലുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം ഇതിന് GFSU എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. 2009 ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത്. പക്ഷെ പിന്നെയാണ് അത് നാഷണൽ ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ് NFSU എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡൽഹിയിലുണ്ട്, ഗോവയിലുണ്ട്, ത്രിപുരയിലുണ്ട്, ഗുവാഹത്തിയിൽ, മണിപ്പൂരിൽ, അതേപോലെ വിദേശ ക്യാമ്പസ് ഉഗാണ്ടയിൽ വരെ ഇതിന്റെ ക്യാമ്പസ് അവൈലബിൾ ആണ്. ഇനി ഇത് നമുക്ക് അതിന്റെ വെബ്സൈറ്റിൽ കാണുമ്പോൾ കിട്ടുന്ന അക്കാദമിക് ഇയർ കലണ്ടറിൽ വരുന്ന കോഴ്സസ് ആണ്. അപ്പൊ ഇത്രയും കോഴ്സസ് ആക്ച്വലി ഇതിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 58ഓളം കോഴ്സസ് NFSUവിൽ മാത്രം നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ BSc, MSc, അതേപോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള MBA, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള MTech, LLM, ഇങ്ങനെയുള്ള എല്ലാ കോഴ്സസും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു പിക്ചർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അതിന്റെ വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് സൈറ്റിൽ പോയാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇത്രയും കോഴ്സസ് ആണ് ആക്ച്വലി NFSUവിലുള്ളത്. 9 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സ്കൂൾ ഓഫ് ഫോറൻസിക് സയൻസിൽ ഒരു 11 കോഴ്സ് ഉണ്ട്. സ്കൂൾ ഓഫ് മെഡിക്കോ ലീഗൽ സ്റ്റഡീസിൽ 2 കോഴ്സ്, അതേപോലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ 3 എണ്ണം, സ്കൂൾ ഓഫ് ബിഹേവിയറൽ ഫോറൻസിക്സിൽ 8 എണ്ണം, മാനേജ്മെന്റ് സ്റ്റഡീസ് അത് പിന്നെ BBA MBA റിലേറ്റഡ് ആണ്, അതിലൊരു 5 കോഴ്സ്. അതേപോലെ സ്കൂൾ ഓഫ് ഫാർമസിയിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, MBA ഫാം ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ്. സ്കൂൾ ഓഫ് ഫാർമസിയിൽ ഏകദേശം 6 കോഴ്സസ്. ഇങ്ങനെ ഏകദേശം 10-58ഓളം കോഴ്സസിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നത് ഒരു 63ഓളം കോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ്, ഷോർട്ട് ടേം കോഴ്സസ് ഉൾപ്പെടെ. അപ്പോൾ അത്രത്തോളം കോഴ്സസ് നമുക്ക് NFSUവിൽ അവൈലബിൾ ആണ്. ഇനി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ NFSUവിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിന്റെ ഇൻഫർമേഷന്റെ, അതായത് നമുക്ക് ആ കോളേജിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പോർട്ടലാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് രജിസ്ട്രേഷൻ പോർട്ടലാണ്. അതായത് എങ്ങനെ, ഹൗ ടു രജിസ്റ്റർ, നമുക്ക് അതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമ്മൾ അതിന്റെ സമയം വൈകിട്ടില്ല. മെയ് 5 വരെ നമുക്കതിന് സമയമുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന സമയം എന്ന് പറഞ്ഞാൽ മെയ് 5-നാണ്. ഇനി അതിനൊരു ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു NFAT എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 7ഉം 8ഉം തീയതികളിലാണ് നമുക്ക് അതിന് ഡേറ്റ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ അത് 23-ാം തീയതി ആകുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് വരും. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് ഏകദേശം ജൂൺ 30 ആകുമ്പോഴേക്കും കഴിയും. ഇനി അതിൽ വേക്കൻസി ബാക്കിയുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് റൗണ്ട് കൂടെ വരും. ഇത് ജൂലൈ 11-നാണ്. ജൂലൈ 11 കഴിഞ്ഞ് ജൂലൈ 22 കൂടിയിട്ട് ഏത് കോഴ്സാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു ടെൻഡേറ്റീവ് ലിസ്റ്റ് ആണ്, ഒരു ഡേറ്റ് അവർ കൊടുത്തിരിക്കുന്നതാണ് സൈറ്റിൽ. ചെറിയ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാം, എന്നാലും ഏകദേശം ഈ ഒരു സമയത്തൊക്കെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇതിന്റെ രജിസ്ട്രേഷൻ ലിങ്കിൽ ചേർന്നതിന് ശേഷം അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി, ആർക്കൊക്കെയാണ് ഇതിന് പങ്കെടുക്കാൻ കഴിയുക, NFAT എക്സാം എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുന്നത്. +2 സയൻസ് തന്നെയാണ് ഇതിന്റെ പിന്നെ കോറായിട്ടുള്ള ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അല്ല മാത്സ് അല്ലെങ്കിൽ ബയോളജി. ഇത് കോഴ്സിനനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. ചില കോഴ്സസിലേക്ക് ബയോളജി ആവശ്യമില്ല, ചില കോഴ്സസിലേക്ക് മാത്സ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സിന്റെ എലിജിബിലിറ്റി നോക്കിയതിന് ശേഷം വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇനി എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NFAT എക്സാം ഒരു 90 മിനിറ്റിന്റെ പരീക്ഷയാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ബേസ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ബയോളജി, അതിൽ ഏതെങ്കിലും ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. വളരെ വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ കാണുന്നില്ല. പിന്നെ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമുണ്ട്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്, 0.25 മാർക്സ് അതിന് നമുക്ക് നെഗറ്റീവ് ആയിട്ട് പോകും. ഇനി കട്ട് ഓഫ് ഒക്കെ ഏകദേശം ഒരു 60-70 റേഞ്ചിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേര്, അതായത് നമ്മുടെ SSLC ബുക്കിൽ നമ്മുടെ ബോർഡിലുള്ള പേര്, CBSE ബോർഡിലാണെങ്കിൽ SSLCന്റെ ബോർഡിലാണെങ്കിലും ഇരിക്കുന്ന പേര് എലിജിബിൾ ആയിട്ട് അവിടെ എഴുതണം. അപ്പോൾ പിന്നെ അതിൽ വേണ്ടത് നമ്മുടെ ആധാർ കാർഡിന്റെ ഒരു സാധനം, ഒരു ഫോട്ടോ, അവരൊക്കെ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫിൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് രജിസ്ട്രേഷന് ഒരു ഫീസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ NFSUലെ നമ്മൾ നേരത്തെ 10 ക്യാമ്പ് ചെയ്യുന്നത് ആ ക്യാമ്പസിനനുസരിച്ച് നമുക്ക് അതിന്റെ ഫീസിൽ വാരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ക്യാമ്പസ് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള കോഴ്സ് ഇപ്പൊ MSc ഫോറൻസിക് സയൻസ് ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ അത് ഏതൊക്കെ ക്യാമ്പസിലാണെന്നുള്ളത് നോക്കാം. നോക്കിയതിന് ശേഷം ആ ക്യാമ്പസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഇനിയിപ്പോൾ BTech MTech ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഏത് ക്യാമ്പസിലാണുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ ആ ക്യാമ്പസുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ക്യാമ്പസ് എത്ര എണ്ണമാണോ ആ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 1000 rupees ആണ് ജനറൽ കാറ്റഗറിയിൽ ചോദിക്കുന്നത്. 2 മുതൽ 4 വരെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2000 rupees വരും. ഇനി 5 കൂടുതൽ ക്യാമ്പസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 3000 ആണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അത് OBC കാറ്റഗറിയിൽ ഡിഫറൻസ് ഉണ്ട്. 900 വരുന്നുണ്ട്, 1800. 5+ ആണെങ്കിൽ 5 കൂടുതൽ ക്യാമ്പസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2200ഓളം റുപ്പീസ് ആണ് അതിൽ വരുന്നത്. ഇത് ഓരോ കാറ്റഗറിയിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. SC ST EWS ഇങ്ങനെ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് സൈറ്റിൽ ഇൻഫർമേഷൻ പോർട്ടലിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോ നമ്മളിപ്പോൾ എടുക്കുന്ന കോഴ്സ് ഇപ്പോൾ 5 വർഷത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് BSc MSc ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ കോഴ്സ് ആണ് ഉണ്ടാവും. അപ്പോൾ 10 സെമസ്റ്റർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഉണ്ടാവും. ഇനി BTech MTech ആണെങ്കിലും അതുപോലെ തന്നെയാണ്, 5 വർഷത്തെ കോഴ്സാണ്. ഇനി MSc മാത്രമാണെങ്കിൽ അത് 2 ഇയേഴ്സിന്റെ കോഴ്സ് ആയിരിക്കും വരും. അപ്പോൾ ഒരു വർഷത്തിൽ 2 സെമസ്റ്റർ. അങ്ങനെയാവുമ്പോൾ ഒരു സെമസ്റ്ററിൽ ഏകദേശം, ഇതൊരു ആവറേജ് ആണ് കേട്ടോ, പിന്നെ എല്ലാ കോഴ്സിനും ഒരേപോലെ അല്ല, ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഒരു ആവറേജിൽ ഇങ്ങനെയാണ് വരിക, 40,000 to 60,000 പെർ സെം. അതായത് നമുക്കിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 6 ലക്ഷത്തിന്റെ അടുത്ത്, പ്ലസ് അതിന്റെ ഹോസ്റ്റൽ ഫീസും പിന്നെ നമ്മുടെ യാത്രയും ഒക്കെ കൂടെ നോക്കിയിട്ടാണ് അതിന്റെ ഒരു കോഴ്സ് ഫീസ് വരുന്നത്. ഇതാണ് നമ്മൾ NFSU എന്നതിന്റെ ഒരു ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഓൾ ഇന്ത്യ ഫോറൻസിക് സയൻസ് എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത്. ഇതിന്റെ ഡേറ്റ് ആക്ച്വലി കഴിഞ്ഞു, മാർച്ചിലായിരുന്നു. അപ്പം അതിന്റെ സൈറ്റ് നമുക്ക് ഇങ്ങനെ AFST എന്നുള്ളത് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇനി ഈ വർഷം അതില്ല, നെക്സ്റ്റ് ഇയർ നമുക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, അതേപോലെ രാഖി ശക്തി യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള കുറച്ച് കോളേജസ് നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പെടുന്നതാണ്. ഇതും അതേപോലെ തന്നെ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം ആണ്. MCQ ആണ്, എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇവിടെ പക്ഷേ 60 minutes ഉണ്ട് എക്സാമിന്, പ്ലസ് നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളതാണ്. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടെ കുട്ടികളെ അവർ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മാർക്കിംഗ് അല്ലെങ്കിൽ കട്ട് ഓഫ് കുറച്ചിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, പിന്നെ നേരത്തെ പറഞ്ഞ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നല്ലെങ്കിലും കൂടിയിട്ട് ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇതിൽ ഇൻവോൾവ് ആണ്. മാത്രമല്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാലിസ്റ്റിക് റിസർച്ച് സെന്റേഴ്സ് ഒക്കെ ഉള്ള കോളേജുകളൊക്കെ കുറവായിരിക്കുമെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കോളേജ് ആയിരിക്കും. ഇതാണ് അതിന്റെ സൈറ്റ് വരുന്നത്. ഇതിൽ 2000 rupees ആണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇതിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഇത് ആക്ച്വലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. TSM ഉണ്ട്, അതേപോലെ ഗുരുനാനാക്ക് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, ഏകദേശം 47ഓളം യൂണിവേഴ്സിറ്റീസ് ഇതിൽ ഈ എൻട്രൻസ് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CUET ആണ്. CUET ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ഇയർ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ UGയും PGയും കഴിഞ്ഞു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇതിൽ CUET നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ CUET വഴി നമുക്ക് കയറാൻ പറ്റും. അപ്പൊ ഇതില് ഫോറൻസിക് സയൻസിൽ വരുന്ന കോളേജസ് എന്ന് പറയുന്നത് ഈ കർണാടക യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതേപോലെ രക്ഷാശക്തി യൂണിവേഴ്സിറ്റിയിലുണ്ട്, GGUയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ CUETയിൽ നമുക്ക് ഫോറൻസിക് സയൻസ് കിട്ടാവുന്ന കോളേജസ് ആണ്. പിന്നെ വരുന്ന വേറൊരു സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ JEE മെയിൻ ആണ്. JEE മെയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JEE മെയിനിൽ
കിട്ടുന്ന നമുക്ക് പെർസെൻറ്റേജ് ഉണ്ടാവും. ഇപ്പം ഇന്നലെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന ആ റിസൾട്ടിന്റെ ആ സ്കോർ കാർഡാണ് നമുക്ക് ഇതിലേക്ക് പരിഗണിക്കാം. ഇത് ബിടെക് എംടെക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് സയൻസിന്റെ ഒരു കോഴ്സാണ്. സൈബർ സെക്യൂരിറ്റി ആണ് ആക്ച്വലി വരുന്നത്, പക്ഷെ അതിന്റെ കൂടെ ഫോറൻസിക്കും കൂടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത NFAT എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, NFSUവിന്റെ ടെസ്റ്റ് ആയിട്ട് വരുന്ന NFATയിലെ ജയിച്ചു വരുന്ന അല്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫ് വരുന്ന ഒരു 50% കുട്ടികൾക്കും പിന്നെ JEE മെയിനിൽ ഒരു സ്കോർ കിട്ടുന്ന ഏകദേശം ഒരു 50% കുട്ടികൾക്ക്. അപ്പൊ ഒരു 60 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 30 സീറ്റ് NFATക്ക് വഴിയും 30 സീറ്റ് മറ്റേ JEE മെയിൻ വഴിയുമാണ് നമുക്ക് ഇതിലേക്ക് ഫില്ലാവുന്നത്. ഇത് വളരെ പിന്നെ ഒരു എന്താ പറയാ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ടെക്നോളജിയിൽ. കാരണം നമുക്ക് ശരിക്കും JEE കിട്ടാത്ത കുട്ടികൾക്ക് ഒരു 93% ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇത് NFSUലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷെ NFAT ഇതിനെ നമ്മൾ സെപ്പറേറ്റ് എഴുതണം കേട്ടോ. അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടാണ് NFAT ആക്ച്വലി വരുന്നത്. അപ്പൊ നമ്മൾ ഏത് ക്യാമ്പസിലാണോ സെലക്ട് ചെയ്യുന്നത്, ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് അതിന്റെ ഡിസിപ്ലിൻ മാറും. അപ്പൊ ഇതിൽ നമ്മൾ എഴുതേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അതിൽ തന്നെ 80% ആണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ബാക്കി 20% ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ് ഒക്കെയാണ് ചോദിക്കാം. അതായത് അൾട്ടിമേറ്റ്ലി സയൻസ് അല്ല, നമ്മുടെ ഒരു ലോജിക്കൽ റീസണിങ്, GK ഇതൊക്കെ വെച്ചിട്ടാണ് 20% ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഓരോന്നിനും വ്യത്യാസമായിട്ടാണ് വരുന്നത്. ഇനി കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ്. ഇതിൽ സെന്റ് തോമസ് കോളേജിൽ ഒരു കോഴ്സ് ഉണ്ട്, MG യൂണിവേഴ്സിറ്റിയിലും പിന്നെ തൃശ്ശൂരിലുള്ള ഒരു പോലീസ് അക്കാദമിയിലും. ഇതൊക്കെ വളരെ കുറച്ച് സീറ്റ് മാത്രമുള്ള UG കോഴ്സസ് ആണ് കേരളത്തിൽ. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇനി ഈ ഫോറൻസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാരിയേഴ്സ് ആണ്, നമുക്ക് എന്തൊക്കെ ജോലിയിലേക്കാണ് നമുക്ക് സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിൽ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ നമുക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് FSL തന്നെയാണ്, ഫോറൻസിക് സയൻസ് ലാബാണ്. ഫോറൻസിക് സയൻസ് ലാബിൽ നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സ് ആയിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോസ്റ്റിംഗ് വരാം. പക്ഷേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഒരിക്കലും ഗവൺമെന്റ് കൊടുക്കില്ല. കാരണം അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ PSC വഴി, ഏതൊക്കെ സ്റ്റേറ്റിലാണോ ഓരോന്നിന്റെയും PSC, നമ്മളെ കേരള PSCയിലാണെങ്കിൽ കേരള KPSC വഴിയാണ് ഇതിലേക്കുള്ള പോസ്റ്റിംഗ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലാബുകളിലേക്കും സയന്റിഫിക് ഓഫീസറായിട്ടും സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ടും ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MSc ഇൻ എനി പ്യുവർ സയൻസ് ആണ്, അല്ലാതെ MSc ഇൻ ഫോറൻസിക് സയൻസ് അല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഒരു പാഷന്റെ പിന്നിൽ നമ്മൾ ഫോറൻസിക് സയൻസിലേക്ക് പോയിട്ട് ഇങ്ങനെ ജോബ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അവിടെ ഔട്ട് ആയിട്ടുണ്ടാവും. കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരള PSCയിൽ ഫോറൻസിക് സയൻസിന്റെ സയൻസ് ഓഫീസർ ആവാനോ MSc ഫോറൻസിക് സയൻസ് എലിജിബിലിറ്റിയേ അല്ല എന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ MSc ഫോറൻസിക് സയൻസ് കഴിഞ്ഞവരൊക്കെ അതിന്റെ ഒരു സമരത്തിലാണെന്നുള്ള കൂടെ സത്യം, ഒരു റിയാലിറ്റി ഉണ്ട് നമ്മുടെ കേരളത്തിൽ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. കാരണം അവരതിൽ അവർ നോൺ എലിജിബിൾ അല്ലെങ്കിൽ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് അത് കാണുന്നത്. അറ്റ്ലീസ്റ്റ് ആ പ്യുവർ സയൻസ് ആയിരുന്നെങ്കിൽ അവർക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോലീസിലേക്ക് നമുക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയും നമുക്ക് കിട്ടാവുന്ന പോസ്റ്റുകൾ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് ആയിട്ട്, ഡോക്യുമെന്റ് എക്സാമിനിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബാലിസ്റ്റിക് എക്സ്പേർട്സ് ആയിട്ടൊക്കെയാണ് നമ്മുടെ പോസ്റ്റിംഗ് വരിക. പക്ഷെ ഇവിടെയും നമ്മൾ പോലീസിൽ കയറിയതിന് ശേഷം ആക്ച്വലി ഒരു ഷോർട്ട് ടേം കോഴ്സ്, ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കും ബെറ്റർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് വരാവുന്ന സ്കോപ്പ് CBI, NIA, IB ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയും ഇതൊക്കെ തന്നെയാണ് പോസ്റ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക, താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് പ്ലേസ്മെന്റ്സ് ഇല്ല. CGL വഴിയോ SSC വഴിയോ UPSC വഴിയോ ഒക്കെയാണ് ഗവൺമെന്റ് സെക്ടറിലേക്ക് പോസ്റ്റിംഗ് ഉള്ളൂ. ഇനി ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട്, വേറെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ബ്യൂറോ ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ട്. ഇവിടേക്കൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഫോറൻസിക് സയൻസിന്റെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് ഒരു എക്സാമിൽ നമുക്ക് ചേരേണ്ടി വരും.
പിന്നെ പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്. പ്രൈവറ്റ് ഏജൻസീസ് ഒന്ന് ട്രൂത്ത് ലാബ്സ് ആണ്. അതിൽ നമുക്ക് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഫോറൻസിക് ലാബ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നതാണ്. SIFS എന്നുള്ള ഷെർലക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ് ഇന്ത്യ. ഇവിടെയും ഇത് 2 പ്രൈവറ്റ് ഏജൻസീസ് നമ്മൾ ലീഡിംഗ് ആയിട്ടുള്ള ഇന്ത്യയിൽ വരുന്ന 2 പ്രൈവറ്റ് ഏജൻസീസ് ആണ്. അതാണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി. ഇനി IT കമ്പനീസിലേക്ക് സൈബർ സെക്യൂരിറ്റി വേണമെന്നുള്ള കാര്യം നമുക്ക് വേറെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സൈബർ സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറൻസിക് അതിന്റെ കൂടെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാങ്ക്സിലേക്കും ഇൻഷുറൻസ് കമ്പനിയിലേക്കൊക്കെ ഈ വ്യാജ ചെക്കുകളൊക്കെ ഒപ്പിടുന്ന അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് വരുന്ന ചെക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഡാക്ടൈലോസ്കോപ്പി വഴിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെയുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് വരുന്നതാണ് ഡിറ്റക്റ്റീവ് ഏജൻസീസ്. അത് കേരളത്തിൽ യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു സംഭവമാണ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. നേരെ മറിച്ച് അബ്രോഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാനൊക്കെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസീസിനെ കൊടുക്കാറുണ്ട്. അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് അവർ തെളിയിച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇല്ലാത്തത് കൊണ്ട് അതിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പിന്നെ കൺസൾട്ടൻസീസിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അക്കാദമിക്സ് നല്ലൊരു ഏരിയയാണ്. അതായത് നമ്മൾ MSc കഴിയാം അല്ലെങ്കിൽ MTech കഴിയാം, എന്നിട്ട് അതിന്റെ PhD എടുക്കാം. ആ PhD എടുത്തതിന് ശേഷം നമുക്ക് ഇൻസ്ട്രക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ പുറത്ത് കൺട്രീസിൽ അബ്രോഡിലൊക്കെ പോയാൽ റിസർച്ച് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ NFSU പോലെയുള്ള ഒരു സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ എന്തായാലും ഉണ്ടാവും. പുറത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസർച്ച് വാല്യൂ അല്ലെങ്കിൽ നമ്മളെ അവർ സെലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. കാരണം NFSU എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോറൻസിക് സയൻസ് ലാബാണെന്നുള്ള കൂടെ നമ്മൾ ഓർത്തു വച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പ്രൈവറ്റ് ഏജൻസീസിൽ വരുന്ന സാധ്യതകൾ. ഇനി നമുക്ക് അതിന്റെ ഒരു ഏർണിംഗ് ആണല്ലോ എല്ലാ ജോലിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇൻകം ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഏകദേശം നമുക്ക് അതിൽ വരാവുന്ന ജോലി സാധ്യതകൾ അല്ലെങ്കിൽ കിട്ടാവുന്ന ഇൻകം സാലറി പാക്കേജ് ആണ്. ഇതൊരു ജനറൽ ഐഡിയ ആണ്, അല്ലാതെ കറക്റ്റ് അല്ലായിരിക്കും കേട്ടോ. ഇപ്പൊ ഏകദേശം ഫോറൻസിക് സയന്റിസ്റ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ 4 to 5 lakhs പെർ ഇയർ ഉണ്ടാവും. അതേപോലെ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റർ 3 to 8, ഡിജിറ്റൽ ഫോറൻസിക് അനലിസ്റ്റ് 4 to 7, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് 6 lakhs, ഫോറൻസിക് അക്കൗണ്ട്. ഇതൊരു ജനറൽ ഐഡിയ ആയിട്ട് ഞാനിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു അപ്പോയിന്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന സാലറി. പക്ഷെ ഒരു ഫ്രഷേഴ്സിന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. ഫ്രഷേഴ്സിന് എപ്പോഴും ഇൻകം കുറവായിരിക്കും. പിന്നെ നമ്മൾ അതിങ്ങനെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൽ അനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടെയാണിത്. ഇനി ഫോറൻസിക് സയൻസ് നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ സിലബസ്, എങ്ങനെ അതിന് രജിസ്റ്റർ ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ജോലികൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാം എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ആ ഫോറൻസിക് സയൻസിന് ഇനി അങ്ങോട്ട് ഭാവിയിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടോ, ഇപ്പൊ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ, ഭാവിയിൽ എന്തായിരിക്കും നമ്മുടെ ഭാവി എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു ചെറിയൊരു ഔട്ട്ലുക്ക്. അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ മേഖലയും പോലെ തന്നെ നല്ല മത്സരമുള്ള ഒരു സ്ഥലമാണ് ഫോറൻസിക് സയൻസ്. കാരണം ഇത്രയേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ അവരുടെ വേക്കൻസീസ് എത്രയാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം SSC അല്ലെങ്കിൽ PSC വഴിയാണ് പോകുന്നത്. അപ്പൊ വേക്കൻസീസ് വളരെ കുറവാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മത്സരം എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു ഫീൽഡിൽ ഉണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്കൊരാൾ ജോലി തന്നാൽ മാത്രമാണല്ലോ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. ജോലി തരാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ വേണം. അപ്പൊ അതിന്റെ ഒരു ലാക്ക് നമുക്ക് ആക്ച്വലി ഈ ഫീൽഡിൽ ഉണ്ട്. പിന്നെ സാലറി പാക്കേജ് നേരത്തെ പറഞ്ഞ ഫ്രഷേഴ്സിന് കുറവായിരിക്കും. പിന്നെ നമ്മുടെ സ്കിൽ അനുസരിച്ച് നമുക്കൊരു ഓണ്ടർപ്രണർ ഒക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാലൊക്കെ നമുക്ക് അതിൻ്റെതായ ഇൻകം നമുക്ക് കൂടിയിട്ട് വരും. പിന്നെ ശരിക്കും പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക്
ഷമീന മാഡം ഓഡിയോ കട്ടായിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഷമീന മാഡം കേൾക്കുന്നുണ്ടോ? പ്രസന്റേഷനും ഒന്ന് പോയിട്ടുണ്ട്. ഓക്കെ ആണോ? ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. വീഡിയോ ഒക്കെയാണ്, പ്രസന്റേഷൻ വന്നിട്ടില്ല. ഒന്നുകൂടി ഷെയർ ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ്. ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. ഞാൻ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു. യെസ്, ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പുതിയ ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞതുപോലെ 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ BNS ലോ പ്രകാരം ഫോറൻസിക് എക്സ്പേർട്ടിന്റെ ഒരു റിപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സാധ്യത കാണുന്നുണ്ട് അവിടെ. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ജനറിക് കോഴ്സ് അല്ല. ഫോറൻസിക് സയൻസ് ഒരു ജനറിക്, ഒരു നിഷ് കോഴ്സ് ആണ്. നിഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്യോർ സയൻസ് എന്നോ അല്ലെങ്കിൽ പ്യോർ കോർ ബ്രാഞ്ച് എന്നോ വരുന്ന ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരിക്കലും നമുക്ക് ഈ നിഷ് ബ്രാഞ്ചിലേക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ AI പോലുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെയാണ് ഇതും. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് അതിൽ AI സ്പെഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് അതിൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മളൊരു സയൻസ് ബ്രാഞ്ച് എടുത്തതിന് ശേഷം ഫോറൻസിക് സയൻസിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം അതിന്റെ കൂടെ നമ്മൾ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ആ വ്യത്യാസം നമുക്കിതിൽ നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് സ്പെഷ്യലൈസേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു MSc പ്യോർ സയൻസിനാണ് കുറച്ചുകൂടെ സാധ്യതയുള്ളത്. അതിന്റെ കൂടെ നമുക്ക് ഫോറൻസിക് സയൻസും കൂടെ താല്പര്യമുള്ളവർക്ക് ചെയ്യുകയായിരിക്കും കുറച്ചുകൂടെ നന്നായത്. പിന്നെ ടെക്നോളജി AI നമുക്ക് നന്നായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. AI ഉപയോഗിച്ച് സൈബർ സെക്യൂരിറ്റിയുടെ വേൾഡിലേക്ക് ഫോറൻസിക്കിന് സാധ്യതകളുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നമുക്ക് സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ് പ്രസന്റ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിന് ഉള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MBBS നീറ്റ് എഴുതി MBBS കഴിഞ്ഞ ഒരാള് അതിന്റെ PGയിലേക്കാണ് ഫോറൻസിക് മെഡിസിൻ ഓട്ടോപ്സി ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. അതാണ് ആക്ച്വലി ശരിക്കും ഫോറൻസിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ മെഡിസിനൽ ഫോറൻസിക്സ് എന്ന് പറയുന്ന സംഭവം നേരെ തിരിച്ചാണ്. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഡിഗ്രി വഴി കയറുന്ന ഒരു കോഴ്സാണ് മെഡിസിനൽ ഫോറൻസിക്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൂടെ മനസ്സിലുണ്ടായിരിക്കാം. പിന്നെ ജോബ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ സ്കില്ലൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. നല്ലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ് തന്നെയാണ്. നമ്മളൊരു രാവിലെ പോയിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ള അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലൊരു ക്രൈം സീനാണ് എപ്പോഴും ഉണ്ടാവും. ഇതെങ്ങനെ തെളിവ് കണ്ടുപിടിക്കാം, എങ്ങനെയാണ് ഇതിനെ നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്തിട്ട് അനാലിസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അത് സോൾവ് ചെയ്യുക എന്നുള്ള ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് പോയാൽ മതി. പിന്നെ ഇൻഅഡിക്വേറ്റ് റിസോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ കേരളത്തിലൊന്നും ആക്ച്വലി ഒരു ബാലിസ്റ്റിക് റിസർച്ച് സെന്ററോ അങ്ങനെയുള്ള ഫോറൻസിക് ലാബിന്റെ ഒരു വലിയൊരു ഫെസിലിറ്റീസ് ഒന്നും ഉള്ളൊരു സ്ഥലമല്ല. NFSU പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ളൊരു റിസോഴ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മോറൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്തിക്കലായിട്ടുള്ള നമുക്ക് നമ്മുടേതായ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അത് നമ്മളൊരു കരിയർ ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ലൈഫ് ലോങ് അതിന് പിന്നാലെ പോകേണ്ടി വരുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ഒരു ജോബിലേക്ക് പോകാന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്, അതേപോലെ ഒഡീഷയിൽ വരുന്ന ഗവൺമെന്റിന്റെ പോസ്റ്റുകൾ. അപ്പൊ നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട്
നമ്മൾക്ക് ഈ ജോലി എടുക്കാൻ താല്പര്യമുണ്ട്, ഇപ്പോഴും നമ്മൾ ആ പാഷന് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന പോസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒഡീഷയിൽ ഒരു 247 പോസ്റ്റുകൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ഡൽഹിയുടെ FSL കേട്ടോ, ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഗാന്ധിനഗറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ ഒരു ജൂനിയർ സയന്റിഫിക് ഓഫീസറായിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, തീരെ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത് അമിത്ഷാ, ഞാൻ നേരത്തെ പറഞ്ഞു, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് ഈ NFSU വരുന്നത്. അപ്പം കഴിഞ്ഞ പാർലമെന്റ് മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് ഏകദേശം 30,000 വാക്കൻസീസ് ഇതിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പം ക്രിമിനൽ പശ്ചാത്തലം, ഇന്ത്യയിൽ ഏകദേശം ഒരു 5.5 ലക്ഷത്തോളം ക്രൈംസ് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1.5% പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ക്രൈമിന്റെ എണ്ണവും കൂടുന്നുണ്ട്. നമുക്കറിയാം ഡ്രഗിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ക്രൈമിലൊന്നും യാതൊരു കുറവും വരുന്നില്ല. പക്ഷെ ആ ഒരു നമുക്കൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിനനുസരിച്ച് നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കുറ്റങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകളും അത് ശേഖരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു റിസോഴ്സസും നമുക്ക് കുറവാണ്. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഫോറൻസിക് സയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോറൻസിക് സയൻസിനുള്ള എക്സ്പേർട്സ് കുറവാണെന്നുള്ള കാര്യം രാജ്യത്തിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് അമിത്ഷാ നേരിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ട് ഏകദേശം 30,000 എല്ലാ സ്റ്റേറ്റുകളോടും ഫോറൻസിക്കിന് വേണ്ടിയിട്ട് ഇത്രയും പോസ്റ്റുകൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പുതിയ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഫോറൻസിക് സയൻസിനെ കുറിച്ച്. ഫോറൻസിക് സയൻസിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഞാൻ ഒരു വിധത്തിൽ അങ്ങ് ടച്ച് ചെയ്ത് പോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓവർ ടു യാസീൻ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഡൗട്ട്സ്, സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളായാലും അതുപോലെ തന്നെ മറ്റ് കരിയർ സംബന്ധമായ സംശയങ്ങളായാലും ജസ്റ്റ് ഒന്നുകിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ മതിയാവും. ഓക്കെ, ഓഡിയൻസിനുള്ള അവസരമാണ്. ഓക്കെ, ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സിനാരോ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ഫോമിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഹൈഫ ഹലീമ, +2 വിദ്യാർത്ഥിയാണ്. ഫോറൻസിക് സയൻസിന് ഗൾഫ് കൺട്രികളിൽ സ്കോപ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്ന.
അബ്രോഡ് ആയിരിക്കും ചോദിച്ചെന്ന് തോന്നുന്നു അല്ലേ? അബ്രോഡില് എന്തായിരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് അബ്രോഡില് നമുക്കുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് US, കാനഡ, യൂറോപ്പ് ഇങ്ങനെയുള്ള കൺട്രീസ് ആയിരിക്കും. അപ്പൊ ആ കൺട്രീസിൽ ആക്ച്വലി അവരുടെ സിറ്റിസൺസിനാണ് അവർ എന്തായാലും പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ നിയമങ്ങളല്ലല്ലോ അവിടെ ഉണ്ടാവുക. ഇന്ത്യയിലെ നിയമങ്ങളും പിന്നെ അബ്രോഡിലെ ഓരോ രാജ്യത്തും നിയമങ്ങൾ വ്യത്യാസമുണ്ട്. ഒരു നിയമസംഹിതന്റെ പിന്നിൽ വരുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആണ്. ഇപ്പൊ സാധാരണ നമ്മളൊരു MBA പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോലി അല്ല അത്. അതുകൊണ്ട് അതിൽ അവരുടെ പ്രിഫറൻസ് അവരുടെ സിറ്റിസൺസ് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ അവർ നമുക്ക് സ്കോപ്പ് ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് റിസർച്ച് ചെയ്യും. അവിടുന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു ജോലി സാധ്യതക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും അതിനുള്ള ഒരു സ്കോപ്പ് ഉള്ളൂ. ഓക്കെ, താങ്ക് യു. വേറെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും Okay. ഉണ്ടെങ്കിൽ ജസ്റ്റ് കമ്മ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ ടീച്ചറിലും സംശയങ്ങൾ ഒരുപാടുള്ള ഏരിയ ആയിരുന്നു. പക്ഷെ മാമിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. എല്ലാ ഭാഗങ്ങളും മാം പറഞ്ഞ പോലെ ടച്ച് ചെയ്ത് സംശയങ്ങളെല്ലാം പ്രസന്റേഷനിൽ തീർന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടായിരിക്കാം ചോദ്യങ്ങൾ കുറവുള്ളത്. നന്നായിട്ട് ചെയ്തിരുന്നു മാം. താങ്ക് യു. താങ്ക് യു ലബു. ഓക്കെ, മറ്റാർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടി പറയാവുന്നതാണ്. അതിനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടി പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. നന്നായിട്ടുണ്ട്. ഒരു പുതിയ സബ്ജക്റ്റ് ആണ്, പുതിയതല്ല പഴയ സബ്ജക്റ്റ് ആണെങ്കിൽ പുതിയ രീതിയിലാണ് വളരെ നന്നായിട്ടുണ്ട്. ന്യൂജൻ പ്രത്യേകം ഉപകാരപ്പെടുന്ന അവതരണമാണ്. വളരെ നന്നായിട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. വേറെ ആരെങ്കിലും? ഓക്കെ, യാസീൻ ഒരൊറ്റ കാര്യം കൂടെ പറയണം. എല്ലാവരും ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സസിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്യുവർ സയൻസിലോ അല്ലെങ്കിൽ പിന്നെ ലോ ആണ് നമുക്ക് താല്പര്യമെങ്കിൽ ആ ലോയിൽ നമ്മൾ ഡിഗ്രി എടുക്കുക. അപ്പൊ ആ ഡിഗ്രി എടുത്തതിന് ശേഷം നമുക്ക് ആക്ച്വലി PGക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോറൻസിക്സ് ആ പാഷൻ നമുക്ക് അപ്പോഴും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു തെളിയിക്കാനുള്ള ഒരു എക്സ്പേർട്ട് ആണ് ഞാൻ തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനാലിറ്റിക്കൽ സ്കിൽ എനിക്ക് ഉണ്ടെന്ന്, ഇത് എന്റെ പ്രൊഫഷൻ ആണെന്ന് എനിക്ക് അപ്പോഴും നമ്മുടെ ആ ഒരു പാഷൻ നമ്മുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് PG എടുക്കുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ സേഫ് ആണ്. നമ്മുടെ എലിജിബിലിറ്റി എന്നുള്ള ഒരു ഡിഗ്രി കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ഭാവിയിൽ നമുക്ക് ഫോറൻസിക് സയൻസിനൊക്കെ നമുക്ക് എലിജിബിലിറ്റി ഗവൺമെന്റ് സെക്ടേഴ്സിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും നല്ലത് ഡിഗ്രി കോഴ്സ് നമ്മൾ അതിലെടുക്കുകയും അതിനുശേഷം PGക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. ഈ ഒരു വിഷയത്തിൽ വളരെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് നമ്മളോട് സംബന്ധിച്ച ഷമീന മാഡത്തിന് എല്ലാവിധ നന്ദിയും CG കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. ഡൗട്ട്സ് ഇനിയും ക്ലിയർ ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള ഡൗട്ട്സുമായിട്ട് നിങ്ങൾക്ക് CGയെ സമീപിക്കാവുന്നതാണ്. CG മലപ്പുറം, കോഴിക്കോട് ഓഫീസുകളിൽ എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും സൗജന്യ കരിയർ ഗൈഡൻസ് നൽകുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് അവിടേക്ക് വരാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.